പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം ഏത്? ആൻസർ മഥുര. പാണ്ഡ്യരാജ്യത്തെ മുത്തുവിളയുന്ന നാട് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ആൻസർ മെഗസ്തനീസ്. കിഴക്കിന്റെ ആറ്റില എന്നറിയപ്പെടുന്ന ഹൂണ രാജാവ് ആരാണ്? ആൻസർ മിഹിരകുലൻ. താഴെ പറയുന്നവയിൽ ഏത് രാജാവിനെയാണ് അലക്സാണ്ടർ ഇന്ത്യയിൽ വെച്ച് തോൽപ്പിച്ചത്? ആൻസർ പോറസ്. മൗര്യ രാജവംശ സ്ഥാപകൻ? ആൻസർ ചന്ദ്രഗുപ്ത മൗര്യൻ. ബുദ്ധമതത്തിന്റെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി? ആൻസർ അശോകൻ. മൗര്യ രാജവംശത്തിന്റെ തലസ്ഥാനം? ആൻസർ പാടലീപുത്രം. യോഗ സൂത്രത്തിന്റെ കർത്താവ്? ആൻസർ പതഞ്ജലി. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി? ആൻസർ കനിഷ്കൻ. ഗുപ്ത രാജവംശം സ്ഥാപിച്ചത് ആര്? ആൻസർ ശ്രീഗുപ്തൻ. ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഏത് രാജാവിൻ്റെ കാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത്? ആൻസർ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഗുപ്തന്മാരുടെ ഔദ്യോഗിക ചിഹ്നം? ആൻസർ ഗരുഡൻ. നളന്ദ കലാ സർവകലാശാല സ്ഥിതി ചെയ്തിരുന്നത് എവിടെ? ആൻസർ ബീഹാർ. ഗുപ്ത സാമ്രാജ്യത്തിലെ അവസാന രാജാവ്? ആൻസർ സ്കന്ദഗുപ്തൻ. ഹർഷവർദ്ധനനെ പരാജയപ്പെടുത്തിയ ചാലുക്യ രാജാവ്? ആൻസർ പുലികേശി രണ്ടാമൻ. കഥാസരിത് സാഗരം രചിച്ചതാര്? ആൻസർ സോമദേവൻ. ഇന്ത്യയിൽ മുസ്ലിം സാമ്രാജ്യത്തിന് അടിത്തറ പാകിയത് ആര്? ആൻസർ മുഹമ്മദ് ഗോറി. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഭരിച്ചിരുന്ന അവസാന ഹിന്ദു രാജാവ്? ആൻസർ പൃഥ്വിരാജ്. കാശ്മീർ ആസ്ഥാനമാക്കി ഉൽപ്പല രാജവംശം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ അവന്തി വർമ്മ. അടിമവംശത്തിലെ ആദ്യ ഭരണാധികാരി? ആൻസർ കുതുബ്ദീൻ ഐബക്ക്.